Empowering minds and shaping futures, Lakshmi Narayana Arts and Science College, Mayanur offers top-notch education, experienced faculty, modern facilities and a vibrant campus life. Join us for a journey of learning, growth and success. Admissions open, Lakshmi Narayana Arts and Science College, Mayanur. എംഎൽഎക്ക് വേണ്ടി കമ്മീഷൻ വാങ്ങുന്ന കൗൺസിലർമാർ നഗരസഭയിലുണ്ടെന്ന രൂക്ഷ വിമർശനവുമായി PMA ജലീൽ. കമ്മീഷൻ അടിച്ചുമാറ്റാൻ ഒരു കാര്യമായി മാത്രമേ ബഗ്ഗി കാർ പദ്ധതിയെ കാണാൻ സാധിക്കൂ എന്ന് UDF കൗൺസിലർ PMA ജലീൽ. എംഎൽഎക്ക് വേണ്ടി കമ്മീഷൻ വാങ്ങുന്ന കൗൺസിലർമാർ നഗരസഭയിലുണ്ടെന്നും PMA ജലീൽ ആരോപിക്കുന്നു. പദ്ധതിയുടെ വിശദീകരണം ചോദിച്ചപ്പോൾ നഗരസഭാ അധ്യക്ഷ എഞ്ചിനീയർ സെക്ഷൻ ഉദ്യോഗസ്ഥരോട് വിശദീകരണം നൽകാൻ പറഞ്ഞതായും എന്നാൽ പദ്ധതിയെക്കുറിച്ചുള്ള വിശദീകരണം അടുത്ത യോഗത്തിൽ പറയാമെന്നുമായിരുന്നു അവരുടെ മറുപടിയെന്നും PMA ജലീൽ പറഞ്ഞു. എംഎൽഎക്ക് ഈ കഴിഞ്ഞ 2 വർഷം ഈ പദ്ധതി വെളിച്ചം കാണിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഫണ്ട് ചെലവഴിക്കാൻ വേണ്ടി അതിലൂടെ കമ്മീഷൻ അടിച്ചു മാറ്റാനുള്ള ഒരു ഏർപ്പാട് മാത്രമായിട്ടാണ് ഈ ബഗ്ഗി കാറുമായി ഞങ്ങൾ കാണുന്നത്. ഈ ബഗ്ഗി കാർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ഉപയോഗിക്കാവുന്ന യാതൊരു സാഹചര്യവുമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ കൊണ്ടാണ് ഞങ്ങളതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചത്. അത് അടുത്ത കൗൺസിൽ യോഗത്തിൽ വിശദീകരിക്കാമെന്നാണ് ഈ എഞ്ചിനീയറിംഗ് വിഭാഗം പറഞ്ഞത്. പക്ഷേ എംഎൽഎക്ക് വേണ്ടി കമ്മീഷന് പറ്റുന്ന ചില കൗൺസിലർമാർ അവിടെ ഉണ്ട്, ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലുണ്ട്. അവരുടെ ഈ കൃത്യമായ നുണപ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബഗ്ഗി കാർ വേണ്ട എന്നല്ല പറയുന്നത്. അതിനേക്കാൾ പ്രാധാന്യമുള്ള ഈവനിംഗ് OP, ഡോക്ടർ സേവനം, താൽക്കാലിക നിയമനം, HMC യോഗം ചേരൽ എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും ഇതൊന്നും നടത്താതെ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള പ്രവർത്തനത്തെ എതിർക്കുമെന്നും ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആരോഗ്യ സംവിധാനങ്ങൾ ലഭിക്കാനുള്ള ഇടപെടലുകൾ നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട ഈവനിംഗ് OP നിർത്തിവെച്ചിട്ട് 2 മാസം കഴിഞ്ഞു. ഡോക്ടർമാരില്ലാത്ത ചില താൽക്കാലിക ജീവനക്കാരെ നിയോഗിക്കേണ്ട കാര്യങ്ങളുണ്ട്. HMC യോഗം ചേരേണ്ട കാര്യങ്ങളുണ്ട്. കോടിക്കണക്കിന് രൂപ HMC ഫണ്ടിലുണ്ട്. പക്ഷെ ഇതൊന്നും ഉപയോഗിക്കാതെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സംവിധാനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൃത്യമായി എതിർക്കുക തന്നെ ചെയ്യും.